ഓക്കെ, നമ്മൾ നേരത്തെ ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ചും അംഗനവാടി ജീവനക്കാരുടെ സമരത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ 108 ആംബുലൻസ് ജീവനക്കാർ അവരും ശമ്പളം ഇല്ലാത്തതിനെ തുടർന്ന് വീണ്ടും സമരത്തിലേക്ക് പോവുകയാണ്. 108 ആംബുലൻസ് മസ്ദൂർ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ജീവനക്കാർ സമരത്തിലേക്ക് കടക്കുന്നത്. മാനേജ്മെൻറ്റിന് അവർ കത്ത് നൽകി കഴിഞ്ഞു. അരുൺ ആലത്തൂർ ചേർന്ന വിവരങ്ങളുമായി. അരുൺ, ഇത് 108 ആംബുലൻസ് ജീവനക്കാർ സമരത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വലിയ പ്രശ്നത്തിലേക്ക് നമ്മുടെ റോഡുകളിൽ പൊലിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ റോഡുകളിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ തലങ്ങും വിലങ്ങും ഓടുന്ന ഈ ആംബുലൻസ് ജീവനക്കാർ സമരത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ എത്ര വലിയ കഷ്ടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ശമ്പളം കൊടുക്കാത്തത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അവരെ സമരത്തിനടുത്ത് വരെ അല്ലെങ്കിൽ സമരത്തിലേക്ക് വരെ എത്തിച്ചത് എന്താണ് അരുൺ? വീണ, പ്രധാനമായിട്ടും ഈ ശമ്പളം മുടങ്ങിയത് തന്നെയാണ് ഇവർ ഇത്തരത്തിൽ സമരത്തിലേക്ക് കടക്കുന്നതിന് പ്രധാന കാരണം. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ ശമ്പളം ഇനിയും ഈ 108 ആംബുലൻസ് ജീവനക്കാർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. 108 ആംബുലൻസ് മസ്ദൂർ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവർ സമരത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത്. പ്രധാനമായിട്ടും ഈ നമുക്കറിയാം, സംസ്ഥാനത്ത് ഈ സർക്കാരിൻ്റെ കൂടെ ഒരു പിന്തുണയോടുകൂടെയാണ് ഈ 108 ആംബുലൻസ് പ്രവർത്തിക്കുന്നത്. ഇതിൽ സർക്കാർ നൽകാനുള്ള തുക അത് കുടിശ്ശികയായിരിക്കുകയാണ്. അതിനാൽ തങ്ങൾക്ക് ഇപ്പോൾ ശമ്പളം നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ജീവനക്കാരോട് ഈ മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്വകാര്യ കമ്പനിക്ക് സർക്കാർ ഇതുവരെയും കോടികൾ ഈ നൽകാനുണ്ട് എന്നുള്ളതാണ് അതിന് മാനേജ്മെൻറ്റ് പറയുന്നത്. സർക്കാർ തുക നൽകാത്ത പക്ഷം തങ്ങൾക്ക് ശമ്പളം നൽകാൻ കഴിയില്ല എന്നാണ് ഈ മാനേജ്മെൻറ്റ് ജീവനക്കാരോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്താകെ ഒരു 1700ഓളം ജീവനക്കാരാണ് ഈ 108 ആംബുലൻസുകൾ പ്രവർത്തിക്കുന്നത്. പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ റോഡ് അപകടങ്ങളിലും മറ്റുമൊക്കെ ജീവനുകൾ പൊലിയാതിരിക്കുന്നതിന് പ്രധാന കാരണം അവിടേക്ക് എത്രയും പെട്ടെന്ന് ഓടിയെത്തുന്ന ഈ 108 ആംബുലൻസ് ആണ്, അതിൻ്റെ ജീവനക്കാരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മറ്റ് ആംബുലൻസുകളെയൊക്കെ അപേക്ഷിച്ച് നമുക്കറിയാം സംസ്ഥാനത്ത് ഏറ്റവും അധികം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ഈ 108 ആംബുലൻസ് തന്നെയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഈ ജീവനക്കാർ കഴിഞ്ഞ ഒരു മാസ കാലയളവായി ശമ്പളമില്ലാതെ ഇവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫെബ്രുവരി മാസത്തെ ശമ്പളം ഇപ്പോൾ മാർച്ച് പകുതി പിന്നിടുന്നു. എന്നിട്ടും ഫെബ്രുവരി മാസത്തെ ശമ്പളം ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു വശത്ത് ആശാ വർക്കർമാർ സമരം ചെയ്യുന്നു, KSRTCയിൽ കൃത്യമായി ശമ്പളം നൽകാതെ അവിടെ പ്രതിസന്ധി ഉണ്ടാകുന്നു. സമാന രീതിയിൽ തന്നെയാണ് ഈ സർക്കാർ തുക നൽകാത്തത് കൊണ്ട്, അത് കുടിശ്ശികയായതുകൊണ്ട് തങ്ങൾക്ക് ശമ്പളം നൽകാൻ കഴിയുന്നില്ല എന്നൊരു കാര്യമാണ് 108 ആംബുലൻസിൻ്റെ ഈ മാനേജ്മെൻറ്റ് ജീവനക്കാരെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ജീവനക്കാർ ചോദിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലും മറ്റുമൊക്കെ തന്നെ ഇങ്ങനെ ശമ്പളം കൃത്യമായി നൽകാതെ അവിടുത്തെ ജീവനക്കാരൊക്കെ ഇങ്ങനെ നിരന്തരം പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്ന സാഹചര്യം തങ്ങൾ കാണുന്നതാണ്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും നന്നേ മോശമാണെന്ന് തങ്ങൾക്ക് അറിയുന്നതാണ്. ഈ സാഹചര്യത്തിൽ മാനേജ്മെൻറ്റ് സർക്കാർ പണം നൽകിയാലേ, അല്ലെങ്കിൽ സർക്കാർ കുടിശ്ശികയായിട്ടുള്ള തുക നൽകിയാലേ തങ്ങൾക്ക് ശമ്പളം നൽകുകയുള്ളൂ എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ആംബുലൻസിലെ ജീവനക്കാർ പറയുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ 6 മാസം മുൻപ് ജോലിയിൽ നിന്ന് പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ മാനേജ്മെൻറ്റ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപവും ഈ 108 ആംബുലൻസ് ജീവനക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഈ LFT കേസുകളുണ്ട്, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ കേസുകൾ, അത് ഒഴിവാക്കിക്കൊണ്ട് മറ്റ് സർവീസുകളൊന്നും തങ്ങൾ നടത്തില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റ് സർവീസുകളെല്ലാം പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ട് സമരത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് ഈ 108 ആംബുലൻസിലെ ജീവനക്കാർ പറയുന്നത്. മസ്ദൂർ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സമരം നടത്തുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഉൾപ്പെടെ ഇതിൽ ഇടപെടൽ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. മാനേജ്മെൻറ്റിന് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതെ, 108 ആംബുലൻസിലെ ഡ്രൈവർമാരാണ് അവർ സമരവുമായി മുന്നോട്ട് പോകുന്നത്. അവർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.